യുകെയിലെ ഏറ്റവും പുതിയ വിസ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പ്ലാനുകളുമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നിലവാരമില്ലാത്ത കുടിയേറ്റം കാരണമാകുന്നുവെന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഗവൺമെന്റ് ബെനിഫിറ്റുകൾ നൽകേണ്ടി വരുന്നത് £1 ബില്യൺ എന്ന കണക്കുകളും മൈഗ്രേഷൻ കുറയ്ക്കേണ്ടത് അത്യാവശ്യമെന്ന നിലയിലോട്ട് ചർച്ചകൾ നീളുകയാണ്. കഴിഞ്ഞയാഴ്ചയിൽ നോർത്തേൺ അയർലൻഡിൽ പെൺകുട്ടിയെ ആക്രമിച്ചത് മൈഗ്രന്റായി എത്തിയവരെന്ന കണ്ടെത്തൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കർശന വിസ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണം കുറയ്ക്കുന്നത് കൂടാതെ എയർ വർക്കർ വിസ നിർത്തലാക്കുന്നതും പഠിക്കാനെത്തുന്നവർ കോഴ്സിന് ശേഷം വീണ്ടും പുതിയ കോഴ്സ് എടുത്ത് യുകെയിൽ തുടരുന്നതിന് തടസ്സമാകുന്ന രീതിയിലോട്ടാണ് നിർദ്ദേശങ്ങളും വരുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പാക്കിയ വിസ ഇളവുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും രാജ്യത്തെ ജീവിത നിലവാരം കുറഞ്ഞതിനു പുറമെ വിസ കച്ചവടക്കാരുടെ ഇഷ്ടകേന്ദ്രമായി യുകെ മാറിയതായും റിപ്പോർട്ടുകൾ. യുകെയിൽ അനധികൃതമായി കഴിയുന്നത് 10,000-കണക്കിന് പേരെന്നും അവരെ കണ്ടെത്തുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നതെന്നും ഗവൺമെന്റ്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം 9,000-ത്തിലധികം റെയ്ഡുകളാണ് യുകെയിലുണ്ടായത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി 6,000-ത്തിലധികം പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നു. പരമാവധി കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലോട്ട് തന്നെയാണ് ഗവൺമെന്റ് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സ്കിൽഡ് മൈഗ്രൻസിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം അൺസ്കിൽഡ് മൈഗ്രൻസിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലോട്ടാണ് നിയമങ്ങളെല്ലാം മാറുന്നത്. ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ പ്രധാന പോയിന്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നടക്കുന്നതും. ഏറ്റവും കർശനമായ വിസ നിയമങ്ങൾ നടപ്പാക്കിയാൽ യുകെ ഒരു വെൽക്കമിംഗ് രാജ്യമല്ലാതായി മാറുമെന്നും അത് ഒരു കാരണവശാലും ബിസിനസ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് പ്രയോജനകരമാകില്ല എന്ന അഭിപ്രായം ബിസിനസ് ലീഡേഴ്സ് നൽകുമ്പോൾ കുടിയേറ്റം കുറയ്ക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രധാന അജണ്ടയാണെന്നും അതുകൊണ്ട് തന്നെ കർശന നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ഒട്ടും പിന്നോട്ടില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഗവൺമെന്റ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി യുകെയിലോട്ടുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റമാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടായിരിക്കുന്ന ക്രൈസിസ് കുറയ്ക്കുന്നതിന് കുടിയേറ്റം കുറയ്ക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന പ്രസ്താവനയാണ് ഗവൺമെന്റ് നൽകുന്നതും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ പ്രധാന പോയിന്റുകളെ കുറിച്ചുള്ള ചർച്ചകളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും അനുസരിച്ചായിരിക്കും നിയമങ്ങൾ കൊണ്ടുവരിക. എല്ലാ നിയമങ്ങളും ഒരേ സമയം നടപ്പാക്കാതെ പല നിയമങ്ങളും നേരത്തെ തന്നെ നടപ്പാക്കി തുടങ്ങാനുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ സുപ്രധാനമായ ചേഞ്ചുകൾ പബ്ലിക് കൺസൾട്ടേഷന് ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുകയെങ്കിലും ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാനുള്ള സാധ്യത ഏറെ എന്ന സൂചനകളാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ യുകെയിൽ പെട്ടെന്ന് വിസ നിയമങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഗവൺമെന്റ് കാലാകാലങ്ങളായി വലിയ മാറ്റങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് തുടക്കമിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ഗവൺമെന്റിന്റെ പ്ലാനുകളെല്ലാം കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലോട്ട് തന്നെയാണ് നീങ്ങുന്നത്. പുതുതായുള്ള റിക്രൂട്ട്മെന്റുകൾ പരമാവധി കുറച്ചുകൊണ്ട് ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന പല നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കും തുടക്കമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യുകെയിൽ 10,000-കണക്കിന് പേരാണ് അനധികൃതമായി കഴിയുന്നതെന്നും അവരെ കണ്ടെത്തി തിരിച്ചയക്കുന്നതിന് മുഖ്യ പ്രാധാന്യം നൽകുന്ന നിലയിലോട്ട് പുതിയ നിയമങ്ങൾ മാറിയതും. മുൻപെങ്ങും ഉണ്ടാകാത്ത രീതിയിൽ യുകെയിലെങ്ങും എൻഫോഴ്സ്മെന്റ് റെയ്ഡുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ജോലി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കാർ വാഷ്, ടേക്ക് അവേ തുടങ്ങിയ അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവരെ കണ്ടെത്താനും അവരുടെ വിസ സ്റ്റാറ്റസ് പരിശോധിക്കാനും ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. വിസ നിയമങ്ങൾ ലംഘിച്ച് ഓവർ സ്റ്റേ ചെയ്യുന്നവർക്ക് യുകെയിൽ PR നൽകേണ്ടതില്ല എന്ന തീരുമാനം ഗവൺമെന്റ് മുൻപേ നടപ്പാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്രയും വ്യാപകമായ റെയ്ഡുകളും യുകെയിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ യുകെയിൽ വന്ന സ്റ്റുഡൻസിൽ നല്ലൊരു ശതമാനവും തിരികെ പോകുന്നു എന്ന കണക്കുകളാണ് ഗവൺമെന്റ് നൽകുന്നത്. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ധാരാളം സാധ്യതകൾ യുകെയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോവിഡ് ക്രൈസിസിന്റെ സമയത്താണ് ധാരാളം പേർ യുകെയിലോട്ട് എത്തിയത്. അൺസ്കിൽഡ് മൈഗ്രൻസിനും സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ധാരാളം സാധ്യതകൾ. സാധാരണ ചെറിയ കമ്പനികൾക്കെല്ലാം റിക്രൂട്ട് ചെയ്യാമായിരുന്നു, അവർക്ക് വിസ നൽകാമായിരുന്നു. അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. യുകെയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ജോലിയില്ലാതെ ഗവൺമെന്റ് ബെനിഫിറ്റുകൾ വാങ്ങിക്കഴിയുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു രീതി രാജ്യത്തിന് ഗുണകരമാകില്ലെന്നും യുകെയിൽ തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജോലി നൽകാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നത്. യുകെയിലെ കമ്പനികൾ വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതിന് പകരം യുകെയിലുള്ളവർക്ക് ജോലി നൽകണമെന്ന കർശന നിർദ്ദേശം ഗവൺമെന്റ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിൽ മേഖലകളിലെല്ലാം യുകെയിൽ പല വിസ കാറ്റഗറികളിലും എത്തി ജോലിയില്ലാതെ കഴിയുന്നവർക്ക് പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശവും നൽകിയത്. വലിയൊരു വിസ തട്ടിപ്പാണ് യുകെയിലോട്ടുണ്ടായത്. അത് കെയർ ഹോമുകളുടെ കാര്യത്തിലായിരുന്നു. കെയർ ഹോമുകളിൽ നിരവധി ഏജൻസികൾ കാൻഡിഡേറ്റ്സിനെ വഞ്ചിച്ചു എന്ന കേസാണ് പ്രധാനമായും ഗവൺമെന്റ് അന്വേഷിക്കുന്നത്. യുകെയിലെത്തി ചതിക്കപ്പെട്ട കെയർ വർക്കേഴ്സിന് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുന്നില്ല എന്ന ആരോപണവും ഉണ്ടായി. വഞ്ചിക്കപ്പെട്ട കെയർ വർക്കേഴ്സിൽ 4%-ൽ താഴെ പേർക്ക് മാത്രമാണ് ഗവൺമെന്റ് സപ്പോർട്ട് നൽകിയതെന്നും കൂടുതൽ പേർക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമായ സമയമാണിത് എന്ന മനുഷ്യാവകാശ സംഘടനകളും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ യുകെയിൽ എത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് നിരവധി പേർക്ക് ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി ജോലി നൽകാതെ അവരെ വഞ്ചിച്ചത്.
നൽകിയത്. അവർക്കെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പല കെയർ ഹോമുകളിൽ നിന്നുമുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിലാണ് അത് മറ്റു പലരിലോട്ടും ലിങ്ക് ചെയ്യുന്നു എന്ന കണ്ടെത്തലുണ്ടായത്. പല കെയർ ഹോമുകളിലും വൻതോതിൽ വിദേശ റിക്രൂട്ട്മെന്റുകൾ നടന്നു. അവർ എങ്ങനെയാണ് UK-യിലോട്ട് എത്തിയത്? അവർ പണം നൽകിയാണോ UK-യിൽ വന്നത്? UK-യിൽ വന്നതിന് ശേഷം അവർക്ക് മുൻപ് പ്രോമിസ് ചെയ്തിരുന്ന അത്രയും മണിക്കൂറുകൾ ജോലി നൽകിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കെയർ ഹോമുകളിൽ മാത്രമല്ല, സാധാരണ ചെറിയ കമ്പനികളിലും വലിയ തട്ടിപ്പുകൾ നടത്തി മനുഷ്യക്കടത്താണ് UK-യിലോട്ട് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ കാലമായി UK-യിലോട്ട് നടന്ന അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് പരാതികളുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താനും ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു. കെയർ ഹോമുകളുടെ കാര്യത്തിൽ വ്യാപകമായ പരാതി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വിദേശ റിക്രൂട്ട്മെന്റുകളെ കുറിച്ചുള്ള അന്വേഷണം ഗവൺമെന്റ് ആരംഭിച്ചതും. പല കെയർ ഹോമുകൾക്കും ആവശ്യമായ സൗകര്യങ്ങളില്ലെങ്കിലും ആവശ്യത്തിലധികം എംപ്ലോയീസിനെ നിയമിച്ചു എന്ന കണ്ടെത്തലുകളും ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി കെയർ ഹോമുകളുടെ ലൈസൻസ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതും പല റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെയും കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നതും. ധാരാളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എത്തുന്ന രാജ്യമാണ് UK. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പല നിയമങ്ങളും സ്റ്റുഡൻസിന് ഒട്ടും സ്യൂട്ടബിൾ അല്ല എന്ന ആരോപണമുണ്ടായി. UK-യിൽ വന്നാൽ അവർക്ക് 2 വർഷക്കാലം നിൽക്കാമായിരുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 18 മാസമാക്കി കുറയ്ക്കാനുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശം മാത്രമല്ല, UK-യിൽ വന്നാൽ അവർക്ക് കോഴ്സിന് ശേഷം ജോലി ലഭിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടായ പൊതു സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. UK-യിൽ വന്ന് ഒരു കോഴ്സ് പഠിച്ച് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും നല്ല സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും UK-യിലുള്ളത്. എന്നാൽ പഠിക്കാനായി വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനുകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നതും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ആശ്രയിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് പ്രവർത്തിക്കാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ തേടുക എന്ന നിർദ്ദേശമാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഗവൺമെന്റ് നൽകിയത്. ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് നൽകി യൂണിവേഴ്സിറ്റികളെ സപ്പോർട്ട് ചെയ്യാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ പല കോഴ്സുകളും ഇല്ലാതാക്കുകയോ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശവും ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് പല യൂണിവേഴ്സിറ്റികളും പല കോഴ്സുകളും ഇല്ലാതാക്കാൻ തീരുമാനിച്ചതും ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നതും. ഇനി ഉടനെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഉണ്ടാകുമോ എന്ന് ധാരാളം പേര് ചോദിക്കുന്ന കാര്യമാണ്. നിരവധി പേരാണ് ഇപ്പോൾ UK-യിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. ഫ്രീ റിക്രൂട്ട്മെന്റ് ഉടനെ ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് കുറെ നാളുകളായി ഗവൺമെന്റ് നൽകുന്നത്. നഴ്സുമാർക്ക് UK-യിൽ എത്താനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും UK-യിൽ വന്ന് OSCE ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ പാസ്സായി രജിസ്ട്രേഷൻ ലഭിക്കുമെങ്കിലും ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പൊതുവെ നേരിടുന്നതും. അതുമാത്രമല്ല, നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കാൻ വരുന്നവർക്കും കോഴ്സിന് ശേഷം ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് സ്റ്റുഡൻസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ജോലി ഒഴിവുകൾ ഉണ്ടായേക്കാം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജോലി കിട്ടുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടാണ്. NHS ഹോസ്പിറ്റലുകൾ വിദേശ റിക്രൂട്ട്മെന്റുകൾ മാത്രമല്ല, ലോക്കൽ റിക്രൂട്ട്മെന്റുകളിലും വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. പല ഹോസ്പിറ്റലുകളും മേർജ് ചെയ്തുകൊണ്ട് ചിലവ് ചുരുക്കാനുള്ള പ്ലാനുകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല NHS ട്രസ്റ്റുകളും മേർജ് ചെയ്തുകൊണ്ട് ഒന്നായിക്കൊണ്ട് ചിലവ് ചുരുക്കുന്ന രീതിയിലോട്ട് പുതിയ പ്ലാനുകളും നടപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി റിക്രൂട്ട്മെന്റുകൾ ഇല്ലാതാക്കി ചിലവ് ചുരുക്കാനുള്ള തീരുമാനങ്ങൾ NHS ഹോസ്പിറ്റലുകൾ നടപ്പാക്കുമ്പോൾ ഇനി വിദേശ റിക്രൂട്ട്മെന്റുകളിലും തീർച്ചയായും കുറവുണ്ടാകും. UK-യിൽ പഠിച്ചിറങ്ങുന്നത് തന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ്. പ്രത്യേകിച്ചും നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ കോഴ്സുകൾ അവർക്ക് ജോലി നൽകുന്നതിന് പ്രാധാന്യം നൽകുക, വിദേശ റിക്രൂട്ട്മെന്റുകൾ അനാകർഷകമാക്കി മാറ്റുക, ആ തീരുമാനത്തിനോട് തന്നെയാണ് NHS ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ മേഖലയും ഇപ്പോഴെത്തുന്നത്. ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് UK-യിൽ പഠിക്കുന്നുണ്ട്, പുതുതായി വരുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നിർത്തിയ പശ്ചാത്തലത്തിൽ 2-3 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഒഴിവുകൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ധാരാളം പേരാണ് റിട്ടയർ ചെയ്യുന്നത്. നിരവധി നഴ്സുമാർ മറ്റ് രാജ്യങ്ങളിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നു. ഓസ്ട്രേലിയ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വേക്കൻസികളിലോട്ട് തീർച്ചയായും നിയമനങ്ങൾ ഉണ്ടാകും. അതിന് പ്രിഫറൻസ് നൽകുക UK-യിൽ രജിസ്ട്രേഷനുള്ള നഴ്സുമാർക്ക് തന്നെയായിരിക്കും. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് 3 വർഷത്തെ ഡിഗ്രി നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കുറച്ച് നാളത്തെ ഹോളിഡേയ്സിനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.